ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നേടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനമാണിത്. അതായത്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ നിന്റെ ഉള്ളിലുള്ളവൻ, നിന്റെ ഹൃദയത്തിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്താണ് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഏറ്റവും ശക്തനായവനെ നീ തിരിച്ചറിയുകയും അവന്റെ തിരുഹിതം അനുസരിക്കുകയും അവന്റെ സ്വരം ശ്രവിക്കുകയും ചെയ്യുന്നതിലൂടെ നീ രക്ഷ പ്രാപിക്കും. ലോകത്തിൽ മറ്റുള്ളതെല്ലാം നീ നേടിയാലും അവനെ നീ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൗദാശിക ജീവിതവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപവാസങ്ങളും മറ്റുള്ള ഭക്തി അനുഷ്ഠാനങ്ങളെല്ലാം നമ്മളെ നയിക്കേണ്ടത് ഈ ജ്ഞാനം സ്വന്തമാക്കുവാനാണ്. അതായത്, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന, എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ പരിശുദ്ധാത്മാവായ ദൈവം, കർത്താവിന് അനേകം കാര്യങ്ങൾ നമ്മളോട് പറയാനായിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്നവനായ ഈ പരിശുദ്ധാത്മാവിനെ നീ മനസ്സിലാക്കിക്കൊണ്ട് ആ ജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ്. ആ വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.